ഇനി ഈ മഹാജനപദ കാലഘട്ടത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സിനെ കാണാൻ പറ്റും. പല സൊസൈറ്റി തന്നെ പല പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ചിലപ്പോൾ പുതിയ നമ്മൾ ഇതിൽ കാണാത്ത ചില ഗ്രൂപ്പിങ്സ് ഈ സമയത്ത് കാണാൻ കഴിയും. അതല്ലാതെ കുറച്ച് ഓർഗനൈസ്ഡ് ആയിരുന്നു സൊസൈറ്റി എന്ന് പറയുന്നത്. പല പല കമ്മ്യൂണിറ്റി ആയിട്ടും പല പല സോഷ്യൽ ഗ്രൂപ്പിങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് കിങ്, രാജാവ് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. വൺ ഓഫ് ദി മേജർ ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പിംഗ് ആണ്. ഒരു രാജ്യത്തിന് തന്നെ അധിപതിയാണ് കിങ് എന്ന് പറയുന്നത്. ഓക്കെ, കിങ് പണ്ട് ട്രൈബൽ ചീഫായിരുന്ന ആൾക്കാർ പതുക്കെ പതുക്കെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ചീഫായിട്ട് മാറാൻ തുടങ്ങി. പണ്ട് ജനാസിന്റെ പ്രൊട്ടക്ടർ സ്ഥാനത്തായിരുന്നു രാജാക്കന്മാർ അല്ലെ. ജനാസിന്റെ പ്രൊട്ടക്ടർ ആയതുകൊണ്ട് അവർക്ക് രാജന എന്ന ടൈറ്റിലൊക്കെ കൊടുത്ത്. ഇനിയിപ്പോ ആ ട്രൈബൽ കിങ്ഷിപ്പ് ടൈസോ ഒന്നും തന്നെ കാണത്തില്ല. കിങ്ങിന് സ്വന്തം കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ആൻഡ് ദ കിങ് ചോസ് അനക്സേഷൻ പോളിസീസ്. അനക്സേഷൻ തുടങ്ങി. പല പല പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ പിടിച്ചെടുത്താണ് കിങ്ഡംസ് എമേർജ് ആയി തുടങ്ങിയത്. അതിനെല്ലാം അനക്സേഷൻ ചെയ്യണമെങ്കിൽ ദേ നീഡഡ് റെഗുലർ ആർമീസ്. റെഗുലർ ആർമി വേണമായിരുന്നു. എല്ലാ രാജാക്കന്മാരും ഒരു ആർമിയെ, ഒരു പെർമനന്റ് ആർമിയെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ടാക്സസ് കളക്ട് ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞു ഭാഗ ബലി ടാക്സസ് കളക്ട് ചെയ്തിരുന്നു. കൂടുതൽ ടാക്സസും നൽകിയിരുന്നത് വൈശ്യ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, കിങ്. ഇനി രണ്ടാമത്തെ ഒരു സോഷ്യൽ ഗ്രൂപ്പിംഗ് ആണ് ഗഹപതീസ് അഥവാ ഗൃഹപതീസ് എന്ന് പറയും. ഗൃഹം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വീടെന്നാണ് അല്ലെ, ഗൃഹ. അപ്പൊ ഗൃഹപതി അല്ലെങ്കിൽ ഗഹപതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹെഡ് ഓഫ് ദി ലാൻഡ് ഓണിങ് ഹൗസ് ഹോൾഡ്. ഹെഡ്, ഒരു ഫാമിലിയുടെയോ ഒരു ഗ്രാമത്തിൻ്റെയോ ഏറ്റവും ഹെഡായിട്ട് നിൽക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഗഹപതീസ്. അത് ഫാമിലിയിൽ മാത്രമല്ല, ആ വില്ലേജിൽ തന്നെ ചിലപ്പോൾ ഏറ്റവും ഹെഡായിട്ട് നിൽക്കുന്ന ആളാണ്. ഈ ഹെഡ് ആവുന്നത് എങ്ങനെയാ? ഏറ്റവും കൂടുതൽ ലാൻഡ് കൈവശം വെക്കുന്ന ആളായിരിക്കും ദ ഹെഡ് ഓഫ് ദ വില്ലേജ് ഓർ ദ ഹെഡ് ഓഫ് ദി ഫാമിലി. അപ്പൊ ഏറ്റവും കൂടുതൽ വെൽത്ത് ഉള്ള ആളെയും എന്ത് പേരിൽ അറിയപ്പെടാം? ഗഹപതീസ് എന്ന് അറിയപ്പെടുന്നത്. ലാൻഡ് കൈവശം വെക്കുന്ന ആൾക്കാർ, ലാൻഡ് ഓണിങ് ഹൗസ് ഹോൾഡ് ആണ്. ദ വെൽത്തി, ദ ലാൻഡ് ഓണിങ് ഹൗസ് ഹോൾഡ്, ദ വെൽത്തി പ്രോപ്പർട്ടി ഓണർ, പുള്ളിയെ വിളിക്കുന്ന പേരാണ് ഗഹപതി. അങ്ങനെ ഒരു സോഷ്യൽ ഗ്രൂപ്പിംഗ് ഉണ്ട്. ആൻഡ് രാജാവിന്റെ പല കാര്യങ്ങളും, രാജാവിനെ അസിസ്റ്റ് ചെയ്യുന്നതും ഒക്കെ വേണമെങ്കിൽ ഗഹപതീസും പല പൊളിറ്റിക്കൽ കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യാറുണ്ട്. ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഈ ഗഹപതി എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു ഗ്രൂപ്പിംഗ് ആയിട്ട് പറയാം. പിന്നെയുള്ളൊരു ഗ്രൂപ്പാണ് സേറ്റീസ് അഥവാ ശ്രേഷ്ഠിൻ എന്നൊക്കെ പറയും. ശ്രേഷ്ഠിൻ എന്നോ സേത്തീസ് എന്നൊക്കെ പറയും. വേറൊന്നുമല്ല, ഗിൽഡുകളാണ്. ഗിൽഡ്. ഓക്കെ, ദേ ആർ ഗിൽഡ് അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ്, എ ഗ്രൂപ്പ് ഓഫ് ബിസിനസ്മെൻ. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരാണ് ശ്രേഷ്ഠിൻസ് അഥവാ സേറ്റീസ് എന്ന് പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗിൽഡ് എത്രമാത്രം സ്ട്രോങ് ആണോ ഒരു രാജ്യത്ത്, അത്രമാത്രം ആ രാജ്യം തന്നെ നിലനിൽപ്പ് ഉണ്ടാവുന്ന പറയുന്നത്. രാജ്യത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്ന പറയുന്നത്. കാരണം കയ്യിൽ കാശുള്ളവരും ഏറ്റവും കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ട്രേഡേഴ്സ്. അപ്പം അവരെത്രമാത്രം ഒരു രാജ്യത്ത് സ്ട്രോങ് ആണോ അത്രയും ആ രാജ്യം തന്നെ സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ രാജാക്കന്മാരും എന്ത് ചെയ്യും? ഈ ഗിൽഡുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കും. മോസ്റ്റ് പ്രോബബ്ലി ഈ ഗിൽഡുകളായിട്ട് ശ്രേഷ്ഠിൻ, സേറ്റീസ് കാറ്റഗറിയിലേക്ക് വളർന്നു വരുന്നത് ഗഹപതി കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും. കാരണം പണ്ട് ചെറിയ ചെറിയ ലാൻഡുകൾ കൈവശം വെച്ച ആൾക്കാരായിരിക്കും പിന്നീട് ഈ സേറ്റീസ്, ശ്രേഷ്ഠിൻ കാറ്റഗറിയിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വരാറുള്ളത്. അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഇപ്പൊ രാജാവിന്റെ കേസ് പറഞ്ഞു, ഗഹപതീസിന്റെ കേസ് പറഞ്ഞു, സേത്തീസിന്റെ കേസ് പറഞ്ഞു. ഇനിയുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഹെർമിറ്റ്സ് ഓർ അസറ്റിക്സ്, സന്യാസിമാര്. സന്യാസമാർഗം സ്വീകരിക്കുന്ന ആൾക്കാർ, മുനിമാര്, മഹർഷിമാര്. ഇങ്ങനൊരു ഗ്രൂപ്പിങ്ങും ഈ മഹാജനപദ പീരീഡിൽ പ്രോമിനന്റ് ആയിരുന്നു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസറ്റിക്സ് ഓർ ഹെർമിറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് സമണ അഥവാ ശ്രമണാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഹെർമിറ്റ്സ് ഉണ്ട്. രണ്ട് ബിക്കൂസ് അഥവാ ഭിക്ഷു എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. മൂന്ന് പരിവ്രാജക അഥവാ പരിഭാജക എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഈ മൂന്ന് കാറ്റഗറി നമുക്ക് മഹാജനപദ പീരീഡിൽ കാണാം. സമണ അഥവാ ശ്രമണ, ഭിക്കൂസ് അഥവാ ഭിക്ഷു, പരിഭ്രാജക ഓർ പരിഭാജക. മൂന്നിൻ്റെയും ഫങ്ഷൻസും മൂന്ന് രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. ഇപ്പം സമണ അഥവാ ശ്രമണ എന്ന് വെച്ചാൽ വൺ ഹൂ സ്ട്രൈവ്സ് എന്നാ പറയുന്നത്.
ഏറ്റവും കൂടുതൽ ഹൈ പെനൻസ് ഫോളോ ചെയ്യുന്ന സന്യാസിമാരാണ്. ചിലപ്പോൾ ഭക്ഷണം കഴിക്കണം എന്നില്ല, കൃത്യമായിട്ട് കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം കഴിക്കില്ല, അവർക്ക് ഫാമിലി ഉണ്ടാവില്ല. എക്സ്ട്രീം ആയിട്ടുള്ള മെഷേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സന്യാസിമാരെ നമ്മൾ സമണ അഥവാ ശ്രമണാസ് എന്നൊക്കെ പറയും. പിൽക്കാലങ്ങളിൽ ഒട്ടുമിക്ക അൺഓർത്തഡോക്സ് ഫിലോസഫികളും ഇവരിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അജീവികാസ്, അതുപോലെ ചാർവകാസ്, ബുദ്ധിസം, ജൈനിസം, ഇവരെല്ലാം ഈ പറയുന്ന റിലീജിയസ് ഫിലോസഫികൾക്കെല്ലാം തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത്തരം ശ്രമണാസ് അഥവാ സമണാസ് ആണ്. കുറച്ച് എക്സ്ട്രീം ലെവൽ ഓഫ് സന്യാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാം റിനൗൺസ് ചെയ്ത് ഇറങ്ങുന്ന ആൾക്കാരാണ്. ഇനി ബിക്കൂസ് അഥവാ ഭിക്ഷൂസ് എന്ന് വെച്ചാൽ വൺ ഹു ലിവ് ബൈ ബെഗിങ് ആംസ്. ഭിക്ഷു ആയിട്ട് അല്ലെ, ഭിക്ഷ നേടി ജീവിക്കുന്ന ആൾക്കാരാണ്. കഴിക്കാനും എല്ലാം ഇവരെല്ലാം സംഭവങ്ങൾ ഇവർ റിനൗൺസ് ആയിട്ടായിരിക്കും പുറത്തോട്ട് വരിക. കഴിക്കാൻ ഭക്ഷണങ്ങളെല്ലാം മറ്റാരെങ്കിലും നൽകിയാൽ മാത്രം കഴിക്കുന്ന അത്തരത്തിലുള്ള ബെഗിങ് ആംസോട് കൂടി നിൽക്കുന്ന ആൾക്കാരാണ് ഭിക്ഷൂസ് അഥവാ ഭിക്ഷൂസ്. ആൻഡ് പരിഭ്രാജക ഒരു പരിഭാജക ഇസ് വൺ ഹു വാൻഡേഴ്സ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സന്യാസിമാരുണ്ടാവില്ലേ, ഹെർമിറ്റ്സ് ഉണ്ടാവില്ലേ, അവരെ പരിഭ്രാജക ഒരു പരിഭാജക എന്ന് പറയും. ഇത്തരം കമ്മ്യൂണിറ്റീസ് എല്ലാം നമുക്ക് ഈ ഒരു മഹാജനപദ പീരീഡിൽ കാണാൻ കഴിയും. ഈ ഒരു മഹാജനപദ പീരീഡിൽ കുറച്ചുകൂടി പ്രോമിനൻസ് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് വർണ്ണ സിസ്റ്റവും ജാതി സിസ്റ്റവും. വർണ്ണ സിസ്റ്റം ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ് നിങ്ങളോട് പറഞ്ഞതാണ്. ലേറ്റർ വേദി കാലഘട്ടത്തിലാണ് വർണ്ണ സിസ്റ്റം, ചതുർവർണ്ണ സിസ്റ്റം ഒക്കെ എമേർജ് ആവുന്നെന്ന് പറഞ്ഞു. അതിന് കൂടെ തന്നെ വന്നൊരു കോൺസെപ്റ്റാണ് ജാതി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഈ വർണ്ണയ്ക്കും ജാതിക്കും എല്ലാം ഇപ്പോൾ നമ്മൾ കാസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടും നമ്മൾ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ ചതുർവർണ്ണത്തിനെ നമ്മൾ കാസ്റ്റ് എന്ന് പറയാറുണ്ട്, ജാതിയും കാസ്റ്റ് എന്ന് പറയും. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണ ബേസിക്കലി എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് വരിക? ഒരാളുടെ കളറിന്റെ ബേസിസിലോ ഒരാളുടെ ഒക്കുപ്പേഷന്റെ ബേസിസിലോ വരുന്ന സിസ്റ്റമാണ് വർണ്ണ. പക്ഷെ ജാതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ജാതി ടിപ്പിക്കലി ഒരാളുടെ ഒക്കുപ്പേഷൻ അനുസരിച്ച് പറയുന്ന സംഭവമാണ്. അതൊരു വർണ്ണത്തിനകത്ത് വരുന്നൊരു കോൺസെപ്റ്റാണ് ജാതി എന്ന് പറയുന്നത്. ഒരു വർണ്ണത്തിനകത്ത് തന്നെ പല പല ജാതികൾ ഉണ്ടാവും, ബേസ്ഡ് ഓൺ ദിയർ ഒക്കുപ്പേഷൻ, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദിയർ ഒക്കുപ്പേഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രാഹ്മിൻസിനകത്ത് തന്നെ പല പല കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണ്. ചിലർ ടീച്ചേഴ്സ് ആയിരിക്കും, ചിലർ സ്കോളേഴ്സ് ആയിരിക്കും, ചിലർ അമ്പലങ്ങളിൽ പുരോഹിതന്മാരായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ബ്രാഹ്മണന്മാർ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിപ്പെട്ട ആൾക്കാരെയും ഓരോരോ ജാതിയായിട്ട് കണക്കാക്കപ്പെടും. അത് ടിപ്പിക്കലി എന്ത് ബേസ് ചെയ്ത് മാത്രമാണ് ജാതി വരിക? ഒക്കുപ്പേഷൻ, ഒരാൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് മാത്രം അറിയുകയാണെങ്കിൽ അത് ജാതി. വർണ്ണം എന്ന് പറയുമ്പോൾ ഒക്കുപ്പേഷനും കണക്കിലെടുക്കും, വർണ്ണ ഒരാളുടെ കളറും കണക്കിലെടുക്കും. അതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇംഗ്ലീഷിൽ നമ്മൾ രണ്ടിനെയും കാസ്റ്റ് എന്ന് തന്നെ ആയിരിക്കും പറയുക, പക്ഷേ ബേസിക് നേച്ചറിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ വൈശ്യ കമ്മ്യൂണിറ്റി എടുക്കാം. വൈശ്യാസിനകത്ത് ആർട്ടിസൻസ് ഉണ്ട്, കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മെറ്റൽ സ്മെൽട്ടറി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതും പോരാഞ്ഞ ട്രേഡേഴ്സ് ഉണ്ട്. ഇവർക്ക് ഓരോരുത്തരും ഓരോ ജാതിയാണ്. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പോൾ ഈ പറയുന്ന കോണ്ടെക്സ്റ്റ് കയറി വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഓൾറെഡി ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര കാറ്റഗറി ഉണ്ട്. ആൻഡ് ദ ജാതി ഓൾസോ ബിക്കേം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിനും പോരാഞ്ഞിട്ട് അൺടച്ചബിൾ എന്നൊരു കാറ്റഗറി ഉണ്ട്. ഞാൻ ഓൾറെഡി പഠിപ്പിച്ചാണ് വേദിക് പീരീഡിൽ അല്ലെ. നിഷാദ, ചണ്ടാലാസ്, ഷബർ, ഇങ്ങനെയുള്ള ചില കമ്മ്യൂണിറ്റീസ്, അസ്പർഷ്യ, നമുക്ക് തൊടാൻ കഴിയാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ എമേർജ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വിമന്റെ കണ്ടീഷനിലേക്ക് വരുവാണെങ്കിൽ ഓൾറെഡി വിമന്റെ കണ്ടീഷൻ മോശപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദർ പൊസിഷൻ വാസ് സിമിലർ ടു ദാറ്റ് ഓഫ് ശൂദ്രാസ്. ശൂദ്രാസിന്റെ പൊസിഷന് ഏകദേശം ഈക്വലന്റ് ആയിട്ടായിരുന്നു സ്ത്രീകളുടെ പൊസിഷൻ. അവർക്ക് സഭാ സമിതി പോലത്തെ അസംബ്ലിയിൽ പങ്കെടുക്കാൻ കഴിയില്ല, പബ്ലിക് അസംബ്ലിയിൽ പങ്കെടുക്കാൻ കഴിയില്ല. സ്വയംവര സിസ്റ്റം ഓൾസോ സ്റ്റാർട്ടഡ് ടു ഡിക്ലൈൻ. ലവ് മാരേജ്, സ്വയംവര സിസ്റ്റം തുടങ്ങിയപ്പോൾ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. പ്രോപ്പർട്ടിയുടെ മേലിൽ ഇൻഹെറിറ്റൻസ് പോലും കാണത്തില്ല. ഓക്കെ, ഫാമിലി പ്രോപ്പർട്ടിയുടെ മേലിൽ ഇൻഹെറിറ്റൻ റൈറ്റ്സ് ഉണ്ടാവില്ല, എക്സെപ്റ്റ് വൺ കാറ്റഗറി, ദാറ്റ് ഇസ് സ്ത്രീധന. ഇപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനം കൊടുക്കുക എന്ന് പറയത്തില്ലേ, ഡൗറി കൊടുക്കുക എന്ന് പറയത്തില്ലേ, അത് ചിലപ്പോൾ എന്തെങ്കിലും ജ്വല്ലറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ലൈക്ക് ക്ലോത്തോ അങ്ങനത്തെ സാധനങ്ങളായിരിക്കും ഈ പറഞ്ഞ സ്ത്രീധനമായിട്ട് കൊടുക്കാറുള്ളത്. അല്ലാതെ ഒരു ലാൻഡിന്റെ മേലിൽ, ഒരു പ്രോപ്പർട്ടിയുടെ മേലിൽ പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നും ഇത്തരം സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. അതും മഹാജനപദ പീരീഡിലെ ഒരു ടിപ്പിക്കൽ ഫീച്ചറാണ്.